Day 2 ആണ് ഗൈസ്. വെൽക്കം ബാക്ക്. ആക്ച്വൽ നമ്മളുടെ ഇന്നത്തെ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വി ആർ ഗോയിങ് ടു സെയിൻറ്റ് മൈക്കിൾസ് മൗണ്ട്. സെയിൻറ്റ് ഐസിൽ നമുക്കൊരു സെൽഫ് ഡ്രൈവ് ഉണ്ട്. ലാൻസെൻറ്റ് പോകണം, പിന്നെ മീനാക് തിയേറ്റർ. അപ്പോൾ ഈ 4 സ്ഥലത്താണ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് അതൊക്കെ കണ്ടിട്ട് വരാം. സോ ബൈ ബൈ ടു ന്യൂക്വേ ഞങ്ങൾ പോവാണ്. ഞങ്ങൾ ഇനി സെയിൻറ്റ് മൈക്കിൾസ് മൗണ്ടിലേക്കാണ് പോകുന്നത്. സെയിൻറ്റ് മൈക്കിൾസ് മൗണ്ടിലേക്ക് എത്താണ് കേട്ടോ ഗൈസ്. ഇതാണ് സ്ഥലം. ആ മുകളിൽ കാണുന്ന കാസല് അതാണ് സെയിൻറ്റ് മൈക്കിൾസ് മൗണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് എത്തുന്നേ ഉള്ളൂ. ആൾക്കാരൊക്കെ നമ്മള് റീൽസിലൊക്കെ കാണുന്ന പോലെ ഇങ്ങനെ നടക്കുന്നുണ്ട്. This clean skin, soft light, this rest that shows in my eyes. Is how I hold my shoulders when I stop living rushed. I don't chase it, I make space for it. I come. Hold on. There's a woman's glow, not loud, but you can feel it. There's a woman's glow. I'm calm. നമ്മളിപ്പോൾ സെയിൻറ്റ് ഐസിന് കാർ പാർക്കിലാണ്. പാർക്കിംഗ് കിട്ടാൻ കുറച്ച് പാടാട്ടോ. പക്ഷേ ഇവിടുത്തെ ബീച്ച് വ്യൂ വൺ സീനാണ്. നമുക്കിപ്പോൾ ഒരു 1 hour ബോട്ട് റൈഡ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. സെൽഫ് ഡ്രൈവ് ബോട്ടാണ്. ബീച്ചിലേക്കുള്ള കുഞ്ഞ് സ്ട്രീറ്റിൽ കൂടെ നടക്കണം. ഒരു ആൻഷ്യൻ ടൗണിൽ കൂടെ നടക്കുന്ന കൂട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ആയിരിക്കും കോൺവാളെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഇതൊരു സാന്റോറിനി ഗ്രീസ് ലുക്കൊക്കെ ഉണ്ട്. എനിക്കിഷ്ടമായി. മോണ്ടനീഗ്രിയൻ ചായയൊക്കെ ഉണ്ട്. കുറച്ച് ഗെയിമൊക്കെ കളിക്കാൻ വന്നേ. ചാച്ചക്കുട്ടൻ ഒരു പാവന എടുക്കാൻ നോക്കി, പക്ഷെ പാവന കിട്ടിയില്ല. നീ കളിച്ചോ? എനിക്കറിയില്ല. നമ്മളിപ്പോൾ ഉള്ളത് ദ കോർണിഷ് ബേക്ക് ഹൗസ് എന്ന് പറഞ്ഞൊരു കടയിലാണ്. ഇനി ചാച്ചക്കുട്ടന് ഇവിടെ വന്നിട്ട് എങ്ങനെ നമ്മൾ കോർണിഷ് പേസ്ട്രി കഴിക്കാതെ പോവാം. നമ്മൾ കോർണിഷ് പേസ്ട്രി കഴിക്കാൻ കോർണിഷ് പേസ്ട്രി. നമ്മൾ ഒരു മീഡിയം കോർണിഷ് പേസ്ട്രി വാങ്ങാൻ പോവാണ്. കോർണിഷ് പേസ്ട്രിയൊക്കെ കഴിച്ചു. ഞങ്ങൾക്ക് ഇഷ്ടമായി. This boy is playing there. So cute. നമ്മൾ ബുക്ക് ചെയ്ത സെൻറ്റ് ഐവ്സിൻ്റെ ബോട്ട് റൈഡിൻ്റെ സ്ഥലത്തെത്തി. അപ്പോൾ നമുക്ക് അവരാദ്യം കുറച്ച് ഇൻസ്ട്രക്ഷൻസൊക്കെ ഇങ്ങനെ തരും. ഇതൊക്കെ വായിച്ച് നമ്മൾ നോക്കണം. എല്ലാം എഗ്രി ആയിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ദേ ആ കാണുന്ന ഇൻഫ്ലേറ്റബിൾ ബോട്ടിൽ പോകാം. നമ്മളിപ്പോൾ കയറും. Also just remember for turning you need power. If it's not turning because
there's an engine that pushes you in that direction. അങ്ങനെ ഞങ്ങള് സ്റ്റാർട്ട് ചെയ്തു guys. We are going. നമ്മളപ്പോ സെയിന്റ് ഐവ്സിന്ന് നമ്മളുടെ ഡ്രൈവിംഗ് സ്റ്റാർട്ട് ചെയ്തു. ഇനി 1 hour നമുക്ക് ഈ ബോട്ട് നമുക്ക് തന്നെ ഓടിക്കാം. And this is my captain. സാച്ചുക്കുട്ടൻ ഓടിക്കാണ്. ഞങ്ങള് നനഞ്ഞു. This is like ഇത് തിരമാല ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഞങ്ങള് ഫുൾ ഏകദേശം നനഞ്ഞിട്ടുണ്ട്. This is so good. എങ്ങനെയുണ്ട്? ഇഷ്ടമായാ? എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്ന് പറ. ബീച്ച് ഇത് നൈസ് എക്സ്പീരിയൻസ് ആയിട്ട് നിങ്ങൾ ട്രൈ ചെയ്യണം. തണുപ്പൊക്കെയാണ്. അപ്പോൾ ഞങ്ങൾ ഹാപ്പിയായി. അതുകൊണ്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ തിരിച്ചു പോവാണ്. നമ്മൾ പേടിക്കാനൊന്നുമില്ല. പിന്നെ ഇവരുടെ സൂപ്പർവിഷനിലായിരിക്കും. അപ്പോൾ ഇവർ നമ്മളെ കൊണ്ടുപോയിക്കോളും. അങ്ങനെ ഞങ്ങളുടെ ഈ ഒരു അഡ്വഞ്ചർ ട്രിപ്പ് ഇത് കഴിയുന്നു. അടുത്തത് നാളെയാണ്. സ്ഥലം കൂടി കാണാനുണ്ട്. അതുകൂടി കണ്ടിട്ട് എൻ്റെ ഫ്രണ്ടിനെ എനിക്ക് കാണണം. ഇതാണ് ടേറ്റ്സ് എന്ന് പറഞ്ഞ സെയിൻറ്റ് ഐവ്സിലെ ടേറ്റ്സ് എന്ന് പറഞ്ഞ ബീച്ച്. നല്ല ബ്യൂട്ടിഫുൾ ആട്ടോ. ഫുൾ ആൾക്കാർ സർഫൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടിപൊളിയാണേ. നമ്മളിപ്പോൾ പോകുന്ന ലാൻഡ്സെൻഡിലേക്കാണ് ഗൈസ്. ആൻഡ് ലാൻഡ്സെൻഡ് എത്താറായി. ഞങ്ങളുടെ ഫസ്റ്റ് യാത്രയാണ് കല്യാണത്തിന് ശേഷം. ഞങ്ങൾ ഒരുമിച്ച് മാത്രം ഉള്ളത്. അപ്പം ഒരറ്റത്തുനിന്ന് ഞങ്ങൾ തുടങ്ങുകയാണ്. ലാൻഡിൻ്റെ ഒരു എൻഡിൽ നിന്ന് തുടങ്ങുകയാണ്. ഇനി അങ്ങനെ കുറേ ലാൻഡുകൾ കവർ ചെയ്യണം എന്നാണ് ആഗ്രഹം. സോ ലാൻഡ്സെൻഡിലേക്ക് സ്വാഗതം ഗായ്സ്. നമ്മള് ഔട്ട്ഫിറ്റ്സ് ഒക്കെ ചേഞ്ച് ചെയ്തു. ആക്ച്വലി കറന്റ് സ്റ്റാൻഡിങ് ഇൻ ദ ലാൻഡ്സെൻഡ്. ഹൗ കൂൾ ഈസ് ദാറ്റ്? അച്ഛൻ അവിടെ പാർക്കിങ്ങിന് പേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. Crazy days, city lights, the way you'd play with me like a child. Will you still love me when I'm no longer young? ഫുള്ളൊരു വൈറ്റ് അടിച്ചൊരു വില്ലേജ് ആട്ടോ. ഓ പഴയ എയർ ആംബുലൻസ് ആണിത്. കുറേ ഷോപ്സ് ഉണ്ട് കേട്ടോ. I know you will, I know you will, I know that you will. Will you still love me when I'm no longer beautiful? അവർ നമുക്ക് ആക്ച്വലി ഇങ്ങനത്തെ ഒരു ബോർഡ് തരും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് എഴുതി വയ്ക്കാം. എൻ്റെ ഇവിടെ നിന്നിട്ടാണ് അല്പം അവർ ഇത് ചേഞ്ച് ചെയ്യും. കണ്ടോ, പേര് ഇപ്പോൾ ഉള്ള ആൾക്കാരുടെ ചേഞ്ച് ചെയ്ത് വെക്കും. അങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്യണേ. ഈ സ്ലേറ്റിൽ നമ്മൾ എഴുതി കൊടുക്കണം. എൻ്റെ മാർക്കർ ഞാൻ വിവേകൻ ലോറേന്ന് എഴുതിയിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് അവരെടുക്കുന്നത് കേട്ടോ. അടുത്തത് ഞങ്ങളാണ്. Your pretty face and electric soul. Will you still നമുക്ക് ഇങ്ങനെ ഒരു ടിക്കറ്റ് കിട്ടും. ഈ ടിക്കറ്റ് വെച്ചിട്ട് നമ്മൾ ഈ സ്ഥലത്ത് പോയിട്ട് വേണം ഫോട്ടോ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഈ ഷോപ്പിൻ്റെ ഉള്ളിൽ പോയിട്ട് നമുക്കിഷ്ടമുള്ള ഫോട്ടോ ചൂസ് ചെയ്ത് കളക്ട് ചെയ്യാം. നമ്മളവർ നമുക്കത് പ്രിൻ്റ് ചെയ്ത് തരും കേട്ടോ. Will you still love me when I'm no longer beautiful? Dear Lord, when I get to heaven, please let me bring my man. When he comes, tell me that you'll let him in. Father, tell me. നമുക്ക് ഇതിൽ കൂടെ നോക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. പക്ഷെ നമ്മൾ പൈസ ഇട്ട് കൊടുക്കണം. ചാച്ചു കോയിൻസ് തപ്പിക്കൊണ്ടിരിക്കണം. പക്ഷെ ഞങ്ങളുടെ കയ്യിലുള്ള കോയിൻസ് ഒക്കെ തീർന്നു. സോ ഇവിടെ നമുക്കൊരു ലോങ് ഹൈക്കും വാക്കൊക്കെ എടുക്കാം. ആണ് ബ്രിട്ടൻ്റെ അവസാനം. ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ വേറെ വേറെ ഭൂപടത്തിലേക്കൊക്കെ പോകാം എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. ഇതിന് അറ്റമില്ല.
ഇത് ഫുൾ പരന്നടക്കാണ്. Will you still love me when I got nothing but my aching soul? ഫസ്റ്റ് റിഫ്രഷ്മെന്റ് ഹൗസ് ഇൻ ഇംഗ്ലണ്ട്. ഇവിടുത്തെ ആദ്യത്തെ അവസാനത്തെ എന്തൊക്കെയല്ലേ. ഇപ്പൊ നമ്മൾ പോണത് മീനാക് തിയേറ്ററിലേക്കാണ്. ഒരു ഇടുങ്ങിയ വഴിയാട്ടോ. മീനാക് തിയേറ്റർ ഫുള്ളായിരുന്നു ഗൈസ്. അതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ പോകാൻ പറ്റില്ല. ഇപ്പം ഞങ്ങളൊരു ചായ കുടിക്കാൻ ഒരു ബ്രേക്കിന് വേണ്ടിയിട്ട് ഈ ഒരു കഫേയിലേക്ക് പോവാണേ. ദ ക്യൂരിയസ് കോഫി പോട്ട് കഴിച്ചിട്ട് ചായ കുടിച്ചിട്ട് പോവാം. ഇപ്പം നമ്മൾ പോകുന്നത് ഭയങ്കര കോസി ആയിട്ടുള്ള ഒരു കുഞ്ഞ് നമ്മളുടെ അടുത്ത ബി.എൻ.ബിയിലെത്താറായി.